വോട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ പയ്യോളിയിലേക്ക് വിട്ടു. പയ്യോളിയിൽ നിന്ന് മാമനെയും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ നേരെ കിഴൂർ അമ്പലത്തിലേക്ക് പോവാണ്. കാരണം അവിടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ക്യൂ കണ്ടതുകൊണ്ട് അവിടെ കാറ് നിർത്തി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട് ക്യൂവിൽ കയറി നിന്നു. നോക്കുമ്പോൾ അത് ആണുങ്ങൾക്കുള്ള ക്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കി പെണ്ണുങ്ങളുടെ ക്യൂവിലേക്ക് ചെന്നു. അവിടെ കുറേ നേരം നിന്നതിന് ശേഷം നമ്മൾ ക്യൂ കയറി പോവുകയാണ്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും അന്നദാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടാണ് വന്നത്. അങ്ങനെ നമുക്ക് അവസാനം ഫുഡെല്ലാം കിട്ടി. നമ്മൾ 5 പേരടങ്ങുന്ന ഒരു സീറ്റും കൂടെ നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ അവിടെ ആസനസ്ഥരായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമ്മളെല്ലാവരും കുറച്ച് അത്യാവശ്യം മാത്രം വാങ്ങിയിട്ടുണ്ടായി. അതുകൊണ്ട് ഒരു ഫുഡും വേസ്റ്റ് ആക്കാതെയാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ പ്ലേറ്റ് കഴുകി അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ അമ്പലക്കുളത്തിൻ്റെ സൈഡിലൊക്കെ പോയിരുന്നു. കുറച്ച് നേരം കഥ പറഞ്ഞു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുളത്തിൻ്റെ അതിൽ കൂടെ ഒരു മീൻ പോകുന്നത്. ഇതിനിവിടെ കൈച്ചിൽ എന്നാണ് പറയുന്നത്. സാധാരണ എല്ലാവരും വരാലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് കൈച്ചിൽ മീൻ എന്നാണ് പറയുന്നത്, കൈച്ചിൽ. ഇതാണ് അമ്പലം. പിന്നെ അമ്പലത്തിൻ്റെ എഴുന്നള്ളത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ആനയുമാണ്. നമ്മളതൊക്കെ നോക്കി അങ്ങനെ പോകുന്ന പോക്കിലാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥീൻ്റെ പേര് ശ്രദ്ധിച്ച മത്സ്യൻ. ഭയങ്കര വ്യത്യസ്തമായ പേരല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നു.